എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പേഴ്സിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഇപ്പോൾ എനിക്കറിയാം എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ ഒരു തിരക്കിൽ ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ആ ഒരു സമയത്തിലായിരിക്കും. എന്നാലും വീഡിയോ ഒന്ന് കാണാൻ സമയമുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സിൻക്രണസിറ്റി എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ നമ്പേഴ്സിൻ്റെ അർത്ഥം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. എന്നാലും എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് എന്തുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ കൂടെ നമ്മളങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് ഇന്ന നമ്പർ കാണുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു 4-5 കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഭൂമിയിൽ കോടിക്കണക്കിന് ആളുകൾ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നാം ഉൾപ്പെടെ ഇങ്ങനെ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ ഒരു വേക്കപ്പ് കോൾ പോലെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ ഒരു നമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈൻ അല്ലെങ്കിൽ സ്പിരിറ്റ് ആനിമൽസ്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സ്പിരിറ്റ് ആനിമൽ, ആ ഒരു രീതിയിലൊക്കെ നമ്മളിങ്ങനെ തട്ടി വിളിക്കുന്നത് പോലെ ഒരു ദിവസം തന്നെ നമ്മൾ 4-5 പ്രാവശ്യം കാണുക, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ കാണുക. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഒന്ന് കാണുമോ, അല്ലെങ്കിൽ ഒന്ന് നോക്കൂ, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കൂ എന്നുള്ള രീതിയിൽ നമ്മളെ കാണിച്ചു തരുന്നു. അപ്പോൾ നമ്മളിതിന് എന്താ ഇങ്ങനെ തോന്നുന്നത് എന്നുള്ള രീതിയിൽ നമ്മളുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവർക്ക് അതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഓ അതിനെന്തുവാ ഇങ്ങനെ നമ്പർ കണ്ടു, അതൊന്നും എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ മാത്രം ഇത് കാണുന്നു, മറ്റെൻ്റെ കൂടെ നിൽക്കുന്നില്ല എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർ, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് ഇതിനൊന്നും ഇൻട്രസ്റ്റ് കാണുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് എന്തോ ഒരു ആശയക്കുഴപ്പം പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ, അല്ലെങ്കിൽ അതൊരു ചെറിയൊരു തീപ്പൊരി പോലെ അത് പിന്നെ ഇങ്ങനെ കത്തി നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അവിടെ എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുമ്പോൾ, സിൻക്രണസിറ്റി കാണുമ്പോൾ, അല്ലെങ്കിൽ ട്വൈൻ ബട്ടർഫ്ലൈസിനെ അല്ലെങ്കിൽ ബേർഡ്സിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ സ്പിരിറ്റ് ആനിമൽസ് ആയിട്ടുള്ള ചിലന്തി, അല്ലെങ്കിൽ കാക്ക, അല്ലെങ്കിൽ ഫെദേഴ്സ്, അങ്ങനത്തെയൊക്കെ നിങ്ങളുടെ കണ്ണിലുടക്കി നിങ്ങളൊന്ന് കണ്ടു, അതങ്ങ് വിട്ട് കളഞ്ഞു, പിന്നെ നിങ്ങൾ കാണുന്നു, അങ്ങനെ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സോൾ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു കാര്യമല്ല. ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒക്കെ വലിയ കാര്യങ്ങൾ ചെയ്യണം. ഈശ്വരീയ സാന്നിധ്യം എന്ന് പറയുന്ന ആ ഒരു ശക്തി നിങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ട്, നിങ്ങളുടെ ആ ഒരു ഹിഡൻ പവർ മനസ്സിലാക്കിക്കൊണ്ട്, ആ ഒരു ഈശ്വരീയ ശക്തിയെ ഉണർത്തിയെടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ നിങ്ങളൊരു ലീഡറിനെ പോലെ നിന്നുകൊണ്ട് ഒരു ബിഗ് പർപ്പസ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ട് സോൾ പർപ്പസിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പിന്നെ രണ്ടാമത്, ഇതുപോലെ ഏഞ്ചൽ നമ്പേഴ്സ്, സിൻക്രണസിറ്റി കാര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കടന്നു പോയി കാണുമ്പോൾ, ഏത് പ്രായമായിക്കോട്ടെ, നമ്മളിങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഏഞ്ചൽ നമ്പേഴ്സ് കാണും കുറേ പ്രാവശ്യം, 555 ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്താ ഇതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി അറിയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ചോദിക്കും, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് വേറെ വീഡിയോസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയൊക്കെ നമ്മൾ ഇങ്ങനെ ചുമ്മാ റെഫർ ചെയ്യുമ്പോൾ ഒക്കെ കാണും. അതൊന്ന് കേൾക്കാൻ തോന്നും. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ലൈഫുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ, ഓ ഈ പ്രായത്തിൽ അതൊന്നും ശരിയാകത്തില്ല, അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഈഗോ മൈൻഡ് സെറ്റ് അതിനെ അങ്ങോട്ട് പുഷ് ചെയ്ത് വയ്ക്കും. അത് പിന്നെ നമ്മളുടെ അടുത്തേക്ക് 2 ദിവസം കഴിയുമ്പോൾ വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് പിന്നെയും നമ്മൾ ഇതിലേക്ക് തന്നെ കണക്ട് ചെയ്യും. അങ്ങനെ നമ്മളുടെ ഏഞ്ചൽ നമ്പേഴ്സ്, സിൻക്രണസിറ്റിയൊക്കെ നിങ്ങളിങ്ങനെ പർട്ടിക്കുലറായിട്ട് കാണുന്നെങ്കിൽ അവിടെ നിങ്ങളുടെ ആ ഒരു ഈശ്വരീയ സാന്നിധ്യം, അല്ലെങ്കിൽ സ്പിരിച്വൽ റലം, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ശരിയായ ദിശയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ ഈ തെറ്റാണ് അത് ശരിയാവില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു ചോദ്യചിഹ്നമാവും എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചിന്തകൾ, അതായത് നമ്മൾ ഈ ഏഞ്ചൽ നമ്പർ കാണുമ്പോൾ അതിൻ്റെ അർത്ഥം തേടി ആ ഒരു രീതിയിൽ നിങ്ങളുടെ ജൈത്രയാത്ര നടത്തിയാൽ അതാണ് നിങ്ങളുടെ സോളിന് വേണ്ടുന്ന ശരിയായ ദിശ. യു ആർ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ഓഫ് യുവർ ലൈഫ് എന്നുള്ള രീതിയിൽ സ്പിരിച്വൽ റിയലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന കൺഫർമേഷനാണ്. നമുക്കവിടെ എന്തുകൊണ്ട് ആശയക്കുഴപ്പം വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ചുറ്റിനും വളരെ
കയോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഓരോന്ന് നമ്മൾ പുഷ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അത്രയും തളർച്ച ബാധിക്കും. അങ്ങനെ തളർച്ച ബാധിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, ഈ ചുറ്റിനുമുള്ള ഇത്രയും അടിയൊഴുക്കുകളിനകത്തൂടെ ഇങ്ങനെ നീന്തി തുടിച്ച് അപ്പുറത്ത് പോകാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ, അതോ എൻ്റെ ചുറ്റിന് നിൽക്കുന്ന ഈ ആളുകൾ, സാഹചര്യങ്ങൾ, സാധ്യതകൾ ഒക്കെ എന്നിലേക്ക് തരുന്നതാണോ ശരി എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ നമ്മൾ വളരെ ക്വസ്റ്റ്യനബിൾ ആവും നമ്മളെക്കുറിച്ച്, നമ്മളുടെ പ്രവൃത്തിയെക്കുറിച്ച്. അപ്പോഴാണ് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് നമ്മുടെ മുന്നിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, സ്പിരിച്വൽ റിയാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, യു ആർ ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. താങ്കളുടെ ഇൻറ്റ്യൂഷനൊക്കെ വെച്ച് മുന്നോട്ട് സഞ്ചരിച്ചുകൊള്ളുക. ശരിയായ ദിശയിൽ തന്നെയാണ്. അവിടുന്ന് ഒരു വലിയ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നെങ്കിലെങ്കിലും യു ക്യാൻ ഫീൽ ദാറ്റ് വൺ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ തരുന്നു. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുപോലെ സിൻക്രണസിറ്റി, ഏഞ്ചൽ നമ്പേഴ്സ് എല്ലാം കാണുമ്പോൾ, ഏതായിക്കോട്ടെ നമ്മൾ കാണുമ്പോൾ ആ ഒരു ഹയർ തലത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, യു ആർ ഡിവൈൻലി ഗൈഡഡ് അല്ലെങ്കിൽ യു ആർ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ്. ആ ഒരു പ്രപഞ്ചശക്തി, അവിടെ ഒരുപാട് ശക്തികളുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ, ആരൊക്കെയോ പല പല ടോക്കിലൂടെ ശ്രീകുമാരൻ തമ്പി സാർ ഒക്കെ പറഞ്ഞതുപോലെ, ഇൻഫിനിറ്റിയിൽ നിന്ന് ഇൻഫിനിറ്റി എടുത്ത് മാറ്റിയാൽ പിന്നെ അവിടെ കിട്ടുന്ന ഇൻഫിനിറ്റി ആണെന്ന് പറയുന്നത് പോലെ, അവിടെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും ശക്തികളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു ഗൈഡ്നെസ് നിങ്ങളുടെ ചുറ്റിന് എപ്പോഴും ഉണ്ട്. ആരിനി എത്ര ദൂരെ നിന്നും എത്ര അടുത്ത് നിന്നും എത്ര നിങ്ങളെ കുഴിയിൽ തള്ളിയിടാനായിട്ട് എന്ത് കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റിൽ നിന്ന് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്താലും ക്രിയേറ്റ് ചെയ്താലും നിങ്ങളൊന്നും അതിലേക്ക് ചെന്ന് വീഴാതെ, ആ കുഴിയിൽ വീഴുന്നതിന് മുമ്പ് നിങ്ങളെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് വേറൊരു സ്ഥലത്തേക്ക് വിടുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് അഫക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പൗച്ച് പോലെ നിങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡിവൈൻ ഫോഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. കാരണം കഴിഞ്ഞ ഏതൊക്കെയോ ജന്മങ്ങളിൽ നിങ്ങളുടെ സോൾ ചെയ്ത് എത്രയോ നല്ല കാര്യങ്ങളുടെ ആ ഒരു മാലയുടെ അടുത്ത മുത്ത് പോലെ നിങ്ങളെ കോർത്ത് ആ ഒരു പർപ്പസിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഈ ദിശ കാണിച്ചു തരുന്നത്. അപ്പോൾ ആ വഴി പൊയ്ക്കോളൂ, ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. ഈ ഒരു ശക്തികളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സിൻക്രണസിറ്റി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇനി ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിനു മുമ്പ് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന ആ ഒരു സ്നേഹവും പ്രോത്സാഹനവും മോട്ടിവേഷനും ആ ഒരു പുതിയ വീഡിയോ എനിക്ക് ചെയ്യാനുള്ള ആ ഒരു പ്രോത്സാഹനത്തിനും എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഈ പറഞ്ഞ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ ആൾക്കാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരെല്ലാം എൻ്റെ ഈ ഒരു ചാനലിൽ ഉണ്ടെങ്കിൽ അവരെല്ലാം സ്പിരിച്വലി വളരെ അവരുടെ ആ ഒരു സോളിനനുസരിച്ചുള്ള ബിഗ് പർപ്പസ് ഈ ഭൂമിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആളുകളാണെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സിൻക്രണസിറ്റി അല്ലെങ്കിൽ സ്പിരിറ്റ് ആനിമൽസ് എല്ലാം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന 5 കാര്യങ്ങളൊന്ന് ചെയ്യുക. അതിലൊന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ ഒരു തരത്തിലുള്ള 1111 അല്ലെങ്കിൽ 33 അല്ലെങ്കിൽ 2222 അല്ലെങ്കിൽ 444 ഏത് നമ്പറും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ട്വിന്നായിട്ടുള്ള ബട്ടർഫ്ലൈസിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു പൂച്ചയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു നായയെ കാണുമ്പോൾ ഒക്കെ നമ്മൾ ഇറങ്ങാൻ നേരത്താണ്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്ന് പറയാതെ, നമ്മൾ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കുടിയിരുത്തിയിരിക്കുന്ന ഈശ്വരനോ ഈശ്വരീയ സാന്നിധ്യത്തിനോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. അപകടത്തിലേക്കാണ് പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു അലേർട്ട്നെസ് ആണോ, അല്ലെങ്കിൽ എനിക്ക് തരുന്നൊരു വേക്കപ്പ് കോൾ ആണോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളെല്ലാം എൻ്റെ ഹയസ്റ്റ് ഗുഡിലേക്ക് ചെന്ന് ആ ഒരു രീതിയിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുമോ, എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇന്നൊരു കാര്യം എന്നെ കാണിച്ചു തന്നതിന് ആ പ്രപഞ്ചശക്തിയോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. അല്ലെങ്കിൽ മറ്റു പലരും കാണാത്തത് എൻ്റെ കണ്ണിലുടക്കി കണ്ടുപോയപ്പോൾ എന്തോ അവിടെ ഞാനൊന്ന് അവെയറായിരിക്കണം എന്നുള്ള രീതിയിൽ കാണിച്ചു തന്നതിന് പ്രപഞ്ചശക്തിയോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക, ഗ്രേറ്റ്ഫുൾ ആവുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ആഗ്രഹം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എന്താണോ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ മനസ്സിൽ ഒന്ന്
സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹിച്ചെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനത്തെ വാക്ക് പോലെ ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല, ഇതൊന്നും നടക്കത്തൊന്നുമില്ല, പിന്നെ സ്വപ്നം കാണുന്നതിന് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ചിലവൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ അവസാനം ഒരു അടിക്കുറിപ്പ് കൊടുക്കരുത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചെറുതായാലും വലുതായാലും അതെൻ്റെ ആഗ്രഹമാണ്, ഇറ്റ്സ് മൈ ഡ്രീം. അപ്പോൾ ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് അത് വേണം, ഇത് വേണം, മറ്റേത് വേണം, പിന്നെ അത് കഴിഞ്ഞ് ഇത് വേണം, ആദ്യം എനിക്കിത് വേണം എന്നുള്ള രീതിയിലല്ല, കൃത്യമായി ഒരു സമയം കൊടുത്ത് 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിനകം നമ്മൾ ഇന്ന ഒരു ആഗ്രഹം എനിക്ക് നേടിയെടുക്കണം. അത് മറ്റുള്ളവരിൽ നിന്ന് തട്ടിപ്പറിക്കാനോ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ വേണ്ടിയിട്ടൊന്നും അല്ലാത്ത രീതിയിലുള്ള ശരിയായ ദിശയിലുള്ള നിങ്ങളുടെ ആഗ്രഹത്തിനെ സെറ്റ് ചെയ്യുക. പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഞാൻ ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഐഡിയ എനിക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കരുതി നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിങ്ങനെ നമുക്ക് വളരെ സ്ട്രെസ്ഫുള്ളായോ 6 മാസമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ 3 മാസം കൊണ്ടല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടരുത്. അപ്പോൾ നമ്മളൊരു ചേസിങ് മോഡിലേക്ക് അതിനെ ഇങ്ങനെ എത്തിപ്പിടിക്കാനായിട്ട് പോകുമ്പോൾ അത് നമ്മളിൽ നിന്ന് ദൂരേക്ക് പോകാനായിട്ട് ശ്രമിക്കും. അതിന് പകരം എനിക്കതിനുള്ള കഴിവുണ്ട്, എൻ്റെ ആഗ്രഹമാണ്, അതെനിക്ക് നേടിയെടുക്കാൻ സാധിക്കും. എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ അതിലേക്ക് നേടിയെടുക്കാനും സഞ്ചരിക്കാനും ഉള്ള പാത എനിക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ ബോർഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ പല രീതിയിലാവാം. നമുക്കൊരു ജേർണൽ പോലെ എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആദ്യം തൊട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഏതൊക്കെ രീതിയിലാണെന്ന് കരുതി നമുക്ക് ചെയ്തു വയ്ക്കാം. അല്ലെങ്കിൽ ഒരു വിഷൻ ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പെയിൻറ്റ് ചെയ്ത് വയ്ക്കാം, ഡ്രോ ചെയ്ത് വയ്ക്കാം. അങ്ങനെ നിങ്ങൾ ക്ലിയർ ആയിട്ടൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വിഷൻ ബോർഡിൽ അപ്ഡേഷൻ കൊടുക്കുക. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ആഗ്രഹം കഴിഞ്ഞ് നമ്മളൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചു, അത് പിന്നെ എവിടെയോ എടുത്തങ്ങ് കളഞ്ഞിട്ട് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ സാധാരണ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഈ ഒരു ഗോൾ എന്ന് പറയുന്നത് നമ്മൾ അലമാരിയിലൊക്കെ എടുക്കാത്തൊരു തുണി ഒരു മൂലയിലോട്ട് ചുരുട്ടി വയ്ക്കുന്നതിന് തുല്യമാകും. അതിന് പകരം ആ ഒരു വിഷൻ ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഓരോ ദിവസവും ആ ഒരു ഡ്രീമിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ എന്നിലേക്ക് വന്നു, ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു വാർത്ത എന്താണെങ്കിലും എൻ്റെ മുന്നിൽ വന്നപ്പോൾ അവരിലൂടെയൊക്കെ അതിലേക്ക് നടന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രീതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെല്ലാം അപ്ഡേഷൻ കൊടുക്കുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ റൈറ്റായിട്ടുള്ള ആക്ഷൻ എടുക്കുക. നമ്മൾ ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ നമ്മളുടെ ഈഗോ മൈൻഡ് സെറ്റ് പറയും വേണ്ട, അത് എടുത്താൽ അത് ശരിയാവത്തില്ല, അവിടെ തോൽവിയായിരിക്കും, പിന്നെ ചുറ്റിനുള്ള ആളുകളുടെ മുന്നിൽ നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ജോലി ഇപ്പം റിസൈൻ ചെയ്തിട്ട് ആക്ഷൻ എടുത്ത് അടുത്ത കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ജോലി അങ്ങ് പോയി കഴിഞ്ഞു, പിന്നെ ആ ജോലി ചിലപ്പം കിട്ടത്തില്ല, അവർ പറയും ഒരു 3 മാസത്തേക്ക് നിങ്ങൾ പുറത്ത് നിൽക്കണം, പിന്നെ നമ്മൾ വിളിക്കാമെന്ന് പറയുമ്പോൾ കയ്യിൽ കാശ് അല്ലെങ്കിൽ ശമ്പളമില്ല, അതുകൊണ്ട് ഇത് കളഞ്ഞിട്ട് അങ്ങോട്ട് പോകരുത് എന്നുള്ള രീതിയിൽ നമ്മളുടെ ഈഗോ മൈൻഡ് സെറ്റ് നമ്മളെ തിരിച്ച് വിളിക്കും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നിൽക്കാതെ നമ്മളെപ്പോഴും ആ ഒരു സറണ്ടറിങ് മോഡിൽ നിന്നുകൊണ്ട് യൂണിവേഴ്സിൻ്റെ അടുത്ത് ആ ഒരു സറണ്ടറിങ് മോഡിൽ നിന്നുകൊണ്ട് നമ്മൾ റൈറ്റായിട്ടുള്ള കൊച്ചു ആക്ഷൻ എടുക്കാനുള്ള ധൈര്യം കാണിക്കുക. നമ്മുടെ ഫിയർ ബേസ്ഡ് അപ്രോച്ചിനെ എല്ലാം മാറ്റിക്കൊണ്ട് നമ്മൾ ആക്ഷൻ എടുക്കാനുള്ള ധൈര്യം കാണിക്കുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ്, നമ്മളെല്ലാവരും രാവിലെ മെഡിറ്റേഷൻ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈശ്വരീയ ആ ഒരു സാന്നിധ്യത്തിൽ മന്ത്രങ്ങൾ ചാൻറ്റ് ചെയ്യും, മുദ്രാസ് ചെയ്യും. അത് ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ അതിന് കുറച്ചുകൂടി സമയം കൊടുക്കുക. അങ്ങനെ നമ്മുടെ സൈക്കിക് എബിലിറ്റീസൊക്കെ ഒന്ന് ഉണർത്തിയെടുത്ത് നമ്മുടെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി നമുക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിന്നുകൊണ്ട് ആ ഒരു രീതിയിൽ ആ ഒരു ഈശ്വരീയ സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന ആ ഒരു ശക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എത്രയോ ദൂരെ നിൽക്കുന്നൊരു ശക്തിയും, അപ്പോൾ നമുക്കിങ്ങനെ
നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പലരും നമ്മളിലേക്ക് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ചിലർ ദേഷ്യത്തോടെ ചെയ്യും, ചിലർ നമ്മളെ കളിയാക്കാൻ ചെയ്യും, ചിലർ നമ്മളെ ട്രിഗർ ചെയ്യാൻ ചെയ്യും, അല്ലെങ്കിൽ ചിലർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ചെയ്യും, ചിലർ കൺട്രോൾ ചെയ്യാൻ ചെയ്യുമ്പോൾ ഓരോ ആക്ഷൻസ് ചെയ്യുമ്പോൾ നമുക്കും അതുപോലെ തിരിച്ച് കൊടുക്കണം എന്നുള്ള രീതിയിൽ എപ്പോഴാണ് അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ഇങ്ങനെ തേടി 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 പോകുന്നതിന് പകരം നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ ചെയ്ത ഒരു ഈശ്വരീയ സാന്നിധ്യത്തിനെ ഉണർത്തിയെടുത്തുകൊണ്ട് ഒരു ഈശ്വരീയ സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു ശക്തി നമ്മളിൽ എപ്പോഴും ഇങ്ങനെ ആ വിളക്ക് കത്തിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് അവരിങ്ങനെ കുടിയിരിക്കുമ്പോൾ വിളങ്ങി ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് വളരെ ശക്തമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ശക്തി നമ്മളെ ഒരു മെഷീൻ പോലെ ഗൈഡ് ചെയ്യട്ടെ, ആ ഒരു രീതിയിൽ നേർവഴിക്ക് നടത്തട്ടെ, നയിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കുറച്ചുകൂടി നമ്മളുടെ സ്പിരിച്വൽ പ്രാക്ടീസിൽ ഫോക്കസ്ഡ് ആവുക. അങ്ങനെയാവുമ്പോൾ ഈ ചുറ്റിന ആളുകളൊക്കെ നിന്ന് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനൊന്നും നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ അവരെന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിന് ഈശ്വരൻ അവരോട് ക്ഷമിക്കും, അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു പാഠം അവർക്ക് പറഞ്ഞു കൊടുത്തോളും എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ അവസാനവും നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഓരോ പടിപടിയായിട്ട് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഗോൾസിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് നിന്ന ഒരു സ്ഥാനമല്ല 10 ദിവസം കഴിയുമ്പോൾ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു തരാൻ വേണ്ടിയിട്ട് ആ ഒരു ഈശ്വരീയ സാന്നിധ്യം എന്നെ സഹായിക്കുന്നതിന്, എന്നെ നയിക്കുന്നതിന് എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്പിരിറ്റ് ആനിമൽസ് അല്ലെങ്കിൽ സിൻക്രോണിസിറ്റി ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു ശക്തിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതെൻ്റെ മുന്നിൽ വരുമ്പോൾ ജസ്റ്റ് കണ്ടതല്ലേ, സാരമില്ല എന്നുള്ള രീതിയിൽ കളയാതെ ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ ഇനി തൊട്ട് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചു കൊച്ച് വലിയ വലിയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയങ്ങൾ നേടിയെടുക്കാൻ മാത്രമല്ല ആ ഒരു പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ ഈശ്വരീയ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ കുടിയിരിക്കുന്നതിൻ്റെ ആ ഒരു പ്രഭ എത്രത്തോളമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ആപത്തിൽ നിന്നെല്ലാം രക്ഷിക്കാനും, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ പ്രാപ്തമാക്കി തരാനും ഒക്കെ ഈ ഒരു ശക്തി അതിനൊരു പാത്തായിട്ട് നമ്മളുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു പാത വെട്ടിത്തുറന്ന് തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഏഞ്ചൽ നമ്പേഴ്സ്, സിൻക്രോണിസിറ്റി, സ്പിരിറ്റ് ആനിമൽസ് ഒക്കെ നമ്മളുടെ മുന്നിൽ വന്ന് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി.